വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു തമ്പുരാൻ ജെറൂസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടി ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. നാണയമാറ്റങ്ങളുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ഇവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങുകയും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്ന് എന്തടയാളമാണ് ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ച്, ദേവാലയം പണിയാൻ 46 സംവത്സരങ്ങളെടുത്തു, അവർ 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞതിൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നു എന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സുബൂറോ കാലത്തിൻ്റെ 2-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. സഭാ നവീകരണം അല്ലെങ്കിൽ ഹൂദോസ് ഈത്തോ ഞെയർ എന്നതിനെ നാം വിശേഷിപ്പിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് സഭയെ നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് യേശു തമ്പുരാൻ പെസഹ ആഘോഷിക്കാനായി 2 പ്രാവശ്യം ജെറൂസലേമിലേക്ക് പോകുന്നു. സിനോപ്റ്റിക് ഗോസ്പൽസിൽ കർത്താവ് ഒറ്റ പ്രാവശ്യം മാത്രമേ ജെറൂസലേമിലേക്ക് പോകുന്നു. അതിൻ്റെ രാജകീയ എഴുന്നള്ളത്താണ്. എന്നാൽ യോഹന്നാൻ തൻ്റെ സുവിശേഷ ആരംഭത്തിൽ തന്നെ കർത്താവ് ജെറൂസലേമിലേക്ക് പോകുന്നതായിട്ടും അവിടെ ദേവാലയത്തിൽ പ്രവേശിച്ച് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത്, നവീകരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, യഹൂദ ദേവാലയത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മലങ്കര ദേവാലയങ്ങളെല്ലാം പണിതിരിക്കുന്നത് ക്രമീകരണത്തിലാണ്. അതിന് 4 പ്രധാനപ്പെട്ട ഭാഗമുണ്ട്: മണ്ഡളം, ഹൈക്കല, കസ്ത്രുമ, മദ്ബഹ. ഇതിൽ മണ്ഡലം എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ പുറത്തുള്ള ഭാഗമാണ്, പുറജാതികൾക്ക് വന്ന് നിൽക്കുവാനുള്ള സ്ഥലമാണ്. ഹൈക്കല വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലമാണ്. കസ്തുർമ എന്ന് പറയുന്നത് പ്രാർത്ഥന സ്ഥലവും ഗാനാലപം നടത്തുന്ന സ്ഥലവുമാണ്. വിശുദ്ധ സ്ഥലം മദ്ബഹയാണ്, മഹാപുരോഹിതന്മാർ കയറി ബലിയർപ്പിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ഇതിൻ്റെ ക്രമീകരണം. എന്നാൽ ഇവിടെ കർത്താവ് ജെറൂസലേം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് കാണുന്നത് ഈ ദേവാലയത്തിൻ്റെ ചുറ്റുപാടുകളിൽ കാള, ആട്, പ്രാവ്, നാണയമാറ്റക്കാരൻ ഇങ്ങനെയുള്ള ഒരുപാട് കച്ചവടമാണ് കാണുന്നത്. എന്താ ഇതിന് കാരണം? കർത്താവ് യഹൂദന്മാരോട് പറയാണ്, നിങ്ങൾ എൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു, കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, ഇത് പരിശുദ്ധാലയമാണ്. ദേവാലയത്തെക്കുറിച്ചുള്ള തന്നെ തീക്ഷ്ണത തന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? യഹൂദന്മാര് പണമുണ്ടാക്കാൻ വേണ്ടി, ധനമുണ്ടാക്കാൻ വേണ്ടി, കൊള്ള ലാഭമടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ദേവാലയത്തിൽ വരുന്നവര് യഹൂദന്മാര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നോ വരുന്നത്. അവർക്ക് അവർ വരുമ്പോൾ ബലിയർപ്പിക്കുവാന് ആടിനെ കൊണ്ടുവരാൻ സാധിക്കില്ല, പ്രാവിനെ കൊണ്ടുവരാൻ സാധിക്കില്ല, കാളയെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അവരുടെ കയ്യിലിരിക്കുന്നത് സീസറിന്റെ തലയുള്ള നാണയങ്ങളായിരിക്കാം. ഇത് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ട് സാധിക്കത്തില്ല. അതിന് യഹൂദന്മാർ കണ്ടുപിടിച്ച മാർഗമാണ്, അവർ ദേവാലയത്തിൽ തന്നെ കാളയെയും ആടിനെയും പ്രാവിനെയും ഒക്കെ വാങ്ങിച്ച് സൂക്ഷിക്കും. അവരുടെ ഭണ്ഡാരത്തിലിടാനുള്ള പ്രത്യേക നാണയം അത് ക്രമീകരിച്ച് അതും ദേവാലയത്തിൽ സൂക്ഷിക്കും.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന യഹൂദന്മാര് പുറത്ത് കിട്ടുന്നതിൽ വൻ വില കൊടുത്ത് ബലിയർപ്പിക്കാനുള്ള ആടിനെയോ കാളയോ ഒക്കെ വാങ്ങിക്കണം. അതുപോലെ നാണയം മാറ്റുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന റോമൻ നാണയം കൊടുത്തിട്ട് ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിലുണ്ടാവുന്ന നാണയങ്ങൾ അവര് അതിവില കൊടുത്തിട്ട് വാങ്ങിക്കണം. ഇതവരെ വലിയ സമ്പന്നന്മാരാക്കും. കൊള്ളയടിക്കുകയാണ് പാവങ്ങളെ. നിർബന്ധമാണ്. ദേവാലയത്തിൽ നിന്ന് തന്നെ കാളയെ വാങ്ങിക്കണം, ദേവാലയത്തിൽ തന്നെ ആടിനെ വാങ്ങിക്കണം, ദേവാലയത്തിൽ ഭണ്ഡാരത്തിലിടാനുള്ള നാണയം ദേവാലയത്തിൽ നിന്ന് തന്നെ കരസ്ഥമാക്കണം. വേറെങ്ങും കിട്ടില്ല. ഇത് മനസ്സിലാക്കിയ കർത്താവാണ് തന്റെ പ്രവാചക ദൗത്യം നിർവഹിക്കുകയാണ്. പഴയ പ്രവാചകന്മാരായ മലാഖിയും ഐസയായും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ ചാട്ടവാറുണ്ടാക്കി അവരെ അടിച്ച് പുറത്താക്കുകയാണ്. എന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കിയിരിക്കുന്ന പറയുന്നു. എന്റെ ആലയം നിങ്ങൾ കൊള്ളക്കാരുടെ ആലയമാക്കിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെയും, ദേവാലയത്തിൽ കർത്താവ് കാണുന്നത് ആടിനെയും കാളയെയും പ്രാവിനെയും നാണയം മറ്റക്കാരും ഒക്കെയാണ്. ഞാൻ പറഞ്ഞതൊരു കച്ചവടമാണെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആലയം പോലെ തന്നെ ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ആലയങ്ങളാണ്. ഈ മനുഷ്യനിൽ ഈ വ്യത്യസ്തമായ മൃഗങ്ങളുടെ സ്വഭാവങ്ങളുണ്ട്. കാളയുടെ സ്വഭാവമുള്ളവരുണ്ട്, ആടിന്റെ സ്വഭാവമുള്ളവരുണ്ട്, കച്ചവട മനസ്ഥിതിയുള്ളവരുണ്ട്, ധനത്തിനു വേണ്ടി പണത്തിനു വേണ്ടി ജീവിക്കുന്നവരുണ്ട്. കർത്താവ് ദൈവത്തിന്റെ ആലയത്തിൽ നിന്നും തൂക്കിയെറിഞ്ഞത് ഇതിനെല്ലാമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ എവിടെയാണ് ഈ കുറവ് കണ്ടുപിടിക്കണം. പരിശുദ്ധമായി ജീവിക്കേണ്ട ഞാൻ പണത്തോട് ആർത്തിയുള്ളവനാണോ, കൊതിയുള്ളവനാണോ, പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാകുന്നതിനാണോ? എൻ്റെ സ്വഭാവത്തിൽ മൃഗത്തിന്റെ സ്വഭാവങ്ങളുണ്ടോ? വ്യത്യസ്തമായ മൃഗസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുരങ്ങിന്റെ സ്വഭാവമുള്ളവരുണ്ട്, പട്ടിയുടെ സ്വഭാവമുള്ളവരുണ്ട്, സിംഹത്തിന്റെ സ്വഭാവമുള്ളവരുണ്ട്, കരടിയുടെ സ്വഭാവമുള്ളവരുണ്ട്, സർപ്പത്തിന്റെ സ്വഭാവമുള്ളവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ വികൃതമായ സ്വഭാവങ്ങളുള്ളവരുണ്ട്. ഈ സ്വഭാവങ്ങളെയൊക്കെ ദൂരെ എറിഞ്ഞ് പരിശുദ്ധമായ ആത്മീയമായ ഒരു ചൈതന്യത്തോട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഈ ദേവാലയത്തിൽ നിന്നെ വലിച്ചെറിയുന്നത് കൊണ്ട് ദൈവം തമ്പുരാൻ ഉദ്ദേശിക്കുന്നതും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധമായ സ്ഥലം, അതിപരിശുദ്ധമായ വ്യക്തികൾ, അതിപരിശുദ്ധമായ ആരാധന, ഇതൊക്കെ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമാണ്. ഞാനിതൊരു പുസ്തകം പറയും, വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധമായി ചെയ്യുന്നവൻ വിശുദ്ധനായിത്തീരും. ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്ന സ്ഥലം അത് വിശുദ്ധമാണ്, അത് വിശുദ്ധമായി തന്നെ സൂക്ഷിക്കണം. ദൈവത്തിന് സമർപ്പിക്കുന്ന ആരാധന അത് വിശുദ്ധമാണ്. അവിടെ കച്ചവട മനസ്ഥിതി ഉണ്ടാകാൻ പാടില്ല, അവിടെ തട്ടിപ്പും വെട്ടിപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല, പണമോഹം ഉണ്ടാകാൻ പാടില്ല, ലാഭേച്ഛ ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം ദൈവാരാധനയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമറായിക്കാരുടെ സ്ത്രീയോട് കർത്താവ് പറയുന്നത്, സ്ത്രീ, ജെറൂസലേമിലും മാലയിലും ഒന്നും അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ഈ രണ്ട് ആരാധനയ്ക്കും അപൂർണതയുണ്ട്. അവിടെയൊക്കെ കച്ചവട മനസ്ഥിതിയുണ്ട്, അവിടെയൊക്കെ ലാഭേച്ഛയുണ്ട്. കർത്താവ് പറയും, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. യേശുക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും പിതാവായ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെയുള്ള സത്യാരാധകരെയാണ് ദൈവത്തിന് ആവശ്യം. കർത്താവ് തൻ്റെ പ്രവാചക ദൗത്യം കൊണ്ടല്ലേ ആട്ടി പുറത്താക്കിയാണ്. നമ്മൾ വിചാരിക്കും കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തിൽ ഭയങ്കരമായി കോപിക്കുന്നൊന്നും ഇല്ല. ഇത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ്. മനുഷ്യന്റെ തിന്മ അത് മാറ്റി അവനെ തിരുത്തിയെടുക്കുവാൻ ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ പരിഗണന, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ തിരുത്തൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത് ദൈവത്തിന്റെ ആലയമാണിത്. ഈ ആലയം പരിശുദ്ധമാണ്. ഇവിടെ നടക്കേണ്ടത് പ്രാർത്ഥനയാണ്, ഇവിടെ നടക്കേണ്ടത് ആരാധനയാണ്, ഇവിടെ നടക്കേണ്ടത് കച്ചവടമല്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്കും ബാധകമാണ്. നമ്മുടെ ദേവാലയങ്ങൾ എങ്ങനെ നാം സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് നോക്കണം. നമ്മുടെ ദേവാലയം പരിശുദ്ധമാണോ? നമ്മുടെ ദേവാലയം വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ദേവാലയത്തിന്റെ തിരുവസ്ത്രങ്ങൾ വിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്തിന്റെ അൾത്താര, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശുദ്ധമായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. നാം കൈകാര്യം ചെയ്യുന്നത് എത്രമാത്രം ശ്രദ്ധയോടാണ്, ഭക്തിയോടാണ്, വിശുദ്ധിയോടെയാണ് എന്തെങ്കിലും നമുക്ക് സാധിക്കണം. പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു തൊഴിലല്ല. പൗരോഹിത്യം
ഒരു ദൈവ ശുശ്രൂഷയാണ്. പുരോഹിതനൊരു വിശുദ്ധനാണ്. അവന്റെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും അവനെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ആത്മീയ ചൈതന്യം കാത്തു സൂക്ഷിക്കണം. അവന്റെ കണ്ണ് കച്ചവട മനസ്സിൽ ഉണ്ടാകരുത്. എനിക്കെന്ത് കിട്ടും, അതല്ല അവന്റെ ലക്ഷ്യം. എനിക്കെന്ത് കൊടുക്കാം, ദൈവകൃപ എങ്ങനെ എൻ്റെ ജനത്തിന് കൊടുക്കാം, അതായിരിക്കണം അവന്റെ ലക്ഷ്യം. ഇവിടെ കർത്താവ് ജെറുസലേം ദേവാലയത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നെങ്കിൽ, അത് കഴിയുമ്പോൾ കർത്താവ് അതിനേക്കാൾ ആഴമുള്ള ഒരു ദേവാലയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. രണ്ടാമതായി യൂദന്മാർ ചോദിക്കും, നീ എന്ത് അധികാരത്തിൽ ഇത് ചെയ്യുന്നത്? അവരുടെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ ദേവാലയം തകർക്ക്, ഞാൻ 3 ദിവസം കൊണ്ട് ഈ ദേവാലയം പുനരുദ്ധരിക്കാം. 46 വത്സരങ്ങളുണ്ട് പിതാക്കന്മാർ, ആയിരങ്ങൾ 10,000 അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജെറുസലേം ദേവാലയം. അതാണ് മനസ്സിരിക്കുന്നത്. കർത്താവ് ഇവിടെ പറയുന്നത് അതല്ല, തൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇവിടെ കർത്താവ് പ്രതിപാദിക്കുന്നത് ഈ ജെറുസലേം ദേവാലയം പോലെ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും 6-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങളിലും പറയും, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ? ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, അത് നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ആലയങ്ങളാണ്. ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ്. അത് യേശുക്രിസ്തു അവന്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശരീരത്തെക്കുറിച്ച്. ഈ ദേവാലയം പരിശുദ്ധമായിരിക്കുന്ന പോലെ ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധനായിട്ടിരിക്കുവാൻ ബാധ്യസ്ഥനാണ്. അവന് വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. കാരണം അവൻ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവനാണ്. നമുക്ക് നമ്മുടെ സഭ പറയുന്ന 3 ദർശനങ്ങളുണ്ട്. ഒന്ന്, യേശുവിന്റെ ഭൗതിക ശരീരമാണ് സഭ. ആ സഭ വിശുദ്ധമാണ്. 2, ഓരോ വ്യക്തിയും യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ആ ശരീരം വിശുദ്ധമാണ്. 3, മഹുദ്ധീകരിക്കപ്പെട്ട ശരീരം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും മഹുദ്ധീകരിക്കപ്പെടുമ്പോൾ അത് വിശുദ്ധമായ സ്വർഗമാണ്. അപ്പോൾ നമ്മുടെ ദേവാലയം വിശുദ്ധമായിരിക്കുന്ന പോലെ ഓരോ ക്രിസ്ത്യാനിയും വിശുദ്ധനായിരിക്കണം. ദേവാലയം വിശുദ്ധമായിരിക്കുന്ന പോലെ ഓരോ ക്രിസ്ത്യാനിയും വിശുദ്ധമായിരിക്കുന്നതുകൊണ്ട് മഹുദ്ധീകരിക്കപ്പെടുമ്പോൾ നിത്യനരകത്തിലേക്ക് പോകാതെ നിത്യ സൗഭാഗ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകുവാൻ അവന് സാധിക്കണം. അപ്പോൾ ദൈവത്തിന്റെ ആലയത്തെ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായത് കർത്താവിന്റെ ഉയർപ്പിലാണ്. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവർക്ക് മനസ്സിലായി 3-ാം ദിവസം ആ ശരീരം അവൻ പുനരുദ്ധരിച്ചുവെന്ന്. ദൈവത്തിന്റെ ആലയവും മനുഷ്യന്റെ ശരീരവും തമ്മിലുള്ള ആത്മബന്ധം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതെ, ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ആത്മാവോടെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കി, ഈ ഭൂമിയെ മുഴുവനും അവൻ അധീനമാക്കി. എന്തിനു വേണ്ടി? അവൻ ദൈവത്തോടൊത്ത് വസിക്കണം. അവൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? എല്ലാവരെയും വീണ്ടെടുക്കാൻ വേണ്ടി. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം. ഒരു മനുഷ്യൻ സ്വയമേ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും നശിക്കില്ല. കാരണം അവനിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. സഭ വിശുദ്ധീകരണത്തിന്റെ സ്ഥലമാണ്. ഒരുവൻ സഭയുടെ അംഗമാകുമ്പോൾ മാമോദീസായിലൂടെ അവന് ഈ വലിയ രക്ഷയുടെ കൃപാവനം കിട്ടുകയാണ്. മുദ്രണാഭിഷേകത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ യേശു എന്ന രക്ഷകനെ കിട്ടുകയാണ്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരണം അവൻ ലഭ്യമാകുകയാണ്. ബാക്കി എല്ലാ കൂദാശകളും ശുശ്രൂഷയുടെ കൂദാശകളാണ്, ദൈവങ്ങളുടെ കൂദാശകളാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് സഭ ഇപ്പോൾ വളരെ വ്യക്തമായി നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് സത്യത്തിലും ആത്മാവിലുള്ള ഒരു ആരാധനയിലേക്കാണ്. ഇതൊരാരാധന വർഷമാണ്. ഈ ആരാധന വർഷത്തിൽ നിർബന്ധപൂർവം നമ്മുടെ ആരാധനയിൽ നമ്മൾ പങ്കുപറ്റണം.
സജീവമായ ഒരു സാന്നിധ്യമാണ് നമുക്ക് ആവശ്യം. കാഴ്ചക്കാരായിട്ടല്ല, കേൾവിക്കാരായിട്ടല്ല, നിശബ്ദ സാക്ഷികളായിട്ടല്ല, മറിച്ച് ഒരു സജീവ സാന്നിധ്യമായി ദൈവത്തിന്റെ ആലയത്തിൽ കഴിവുള്ള എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുവാൻ, എല്ലാ ദിവസവും വിശുദ്ധാരാധനയിൽ സജീവമായി പങ്കെടുക്കുവാൻ, പുസ്തകങ്ങൾ കയ്യിലെടുത്ത് ആ പുസ്തകങ്ങളുടെ പ്രാർത്ഥനകൾ കണ്ണുകൊണ്ട് നോക്കി ആധരം കൊണ്ട് ഉറക്ക വായിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും പാടിപ്പുകഴ്ത്തുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ഓരോ ക്രിസ്ത്യാനിക്കും സാധിക്കണം. അവന് നിശ്ചിതമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവന് സാധിക്കണം. ഈ മഹത്വീകരണത്തോടൊപ്പം കുദാശകളുടെ സ്വീകരണത്തിലൂടെയും വിശുദ്ധ കുമ്പസാരത്തിലൂടെയും മറ്റു കുദാശയിലൂടെയും അവൻ സ്വയം വിശുദ്ധീകരിച്ച് സഭയുടെ വിശുദ്ധീകരണത്തിൽ അവൻ ഭാഗഭാക്കാകണം. സഭാവിശ്വാസികൾ വിശുദ്ധരാകുമ്പോൾ സഭ തന്നെ വിശുദ്ധമാകും. ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി വസിക്കുവാൻ എളുപ്പമാകും. അങ്ങനെ ഈ സഭാ നവീകരണം വ്യക്തിജീവിതത്തില്, കുടുംബജീവിതത്തില്, സഭാജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം. നമ്മുടെ വ്യക്തികൾ വിശുദ്ധരാകുമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധമാകും. കലഹിക്കുന്നൊരു കുടുംബമല്ല, തമ്മിൽ തല്ലുന്നൊരു കുടുംബമല്ല, പരസ്പരം വിദ്വേഷത്തിലും പകലും ജീവിക്കുന്നൊരു കുടുംബമല്ല. എല്ലാവരും തമ്മിൽ സ്നേഹത്തിൽ, അപ്പനും അമ്മയും മക്കളും സ്നേഹത്തിൽ പ്രാർത്ഥിക്കുന്ന കുടുംബമായി, വിശുദ്ധ കുടുംബമായി, ദൈവാരാധന നടത്തുന്ന കുടുംബമായി നമ്മൾ മാറണം. എവിടെയെങ്കിലും നമുക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനകൾ നമുക്ക് സജീവമാക്കാം. ദൈവത്തിന്റെ വചന വായന നമുക്ക് സജീവമാക്കാം. ദൈവത്തിന്റെ ആലയത്തിൽ പോയി ദൈവാരാധന സജീവമാക്കാം. ഇഷ്ടമുള്ളപ്പോൾ പോവുകയല്ല, അതിന് നിശ്ചിതമായ കൃത്യസമയത്ത് തന്നെ ദേവാലയത്തിൽ എത്തുവാൻ, അതിലത്തെ എല്ലാ ആരാധനകളിലും സജീവമായി പങ്കെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള എല്ലാ സൗഭാഗ്യം എനിക്ക് നിങ്ങൾക്കും ലഭിക്കട്ടെ. ഈ ആരാധന വർഷം സ്വയം വിശുദ്ധീകരണത്തിന്റെയും കുടുംബ വിശുദ്ധീകരണത്തിന്റെയും സഭാവിശുദ്ധീകരണത്തിന്റെയും ഒരവസരമാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മേ പരിശുദ്ധ ദൈവമാതാവും എന്നെയും നിങ്ങളെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.